ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ 7th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഗെയിമിൽ കൊണ്ടുവന്നേക്കണ 102 റേറ്റഡ് എപ്പിക് ബെക്കൻബിയറിന്റെ റിവ്യൂ ആണ്. ചക്രവർത്തി എന്നും കൈസർ എന്നും ലോകം വാഴ്ത്തിപ്പാടിയത് 5-ാം നമ്പർ ജേഴ്സിക്കാരനെ തന്നെയാണ്. ഗോൾമുഖത്തെ കാർത്തിരപ്പിയെത്തുന്ന എതിരാളികൾക്ക് മേൽ അളന്നു മുറിച്ച് ടാക്ലിംഗ് ടെക്നിക്കലിനൊപ്പം സ്വീപ്പിംഗ് സ്റ്റൈലും കൂട്ടിയൊരുക്കി അയാൾ തീർക്കുന്ന പ്രതിരോധ കോട്ട അത്രമേൽ എതിരാളികൾക്ക് വിലങ്ങുതടിയായിരുന്നു. 1930കളിൽ ഇറ്റാലിയൻ പ്രതിരോധ ഫുട്ബോളിന്റെ വൈവിധ്യമാർന്ന ശ്രേണിയിലെ മെസോസ്റ്റിമ എന്നറിയപ്പെട്ട ഇറ്റാലിയൻ പ്രതിരോധ തന്ത്രം കാറ്റനാസിയോയുടെ പ്രതീകമായിരുന്നു. അല്ല, അയാളിലൂടെ കാറ്റനാസിയോ പുതുവിലാസങ്ങൾ നെയ്തെടുക്കുകയായിരുന്നു. പ്രതിരോധ നിരക്ക് പിന്നിൽ സ്വീപ്പറായി ഒറ്റയാനായി നിൽക്കുന്നയാൾ എത്രയോ വിശ്വസ്തനായിരുന്നു. എമർജിംഗ് യങ് പ്ലെയർ, ദി കൈസർ ഓഫ് ഫുട്ബോൾ, ഫ്രാൻസ് ബെക്കൻബൗർ. ഇപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, പിന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാത്തവർ ഇപ്പോൾ സ്പിഞ്ച് കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കിട്ടേണ്ട രീതിക്ക് തന്നെയാണ് അവർ ആ ഒരു സംഭവം പാക്കും റിവാർഡും കേരളമൊക്കെ നമുക്ക് അവൈലബിൾ ആക്കിയേക്കണത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗെയിമിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ബെക്കൻബിയർ എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ പെസം വെച്ച് കമ്പയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ലാസ്റ്റ് എന്തോ മില്യൺ ഡൗൺലോഡ്സിൻ്റെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ തന്നത് നമുക്ക് ഹൈലൈറ്റ് കാർഡ് ലെവൻഡോസ്ക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. 102 റേറ്റിംഗ് പോകണ ഒരു ബൂസ്റ്റർ എല്ലാവർക്കും കളിപ്പിക്കാൻ താല്പര്യമുള്ള ബെക്കൻബിയറിൻ്റെ ഒരു ക്വാളിറ്റി ഇതൊക്കെ തന്നെ മഹാഭാഗ്യം എന്ന് പറയാം. കാരണം അവരങ്ങനെ തരാറില്ല. കോയിനൊക്കെ ആയാലും ഒന്നുമില്ല, 50 കോയിൻ വെച്ച് തന്നെ എല്ലാം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഇത് കിട്ടിയത് ലക്കായി പോയി എന്ന് പറയാറുണ്ട്. പെസ്സിൻ്റെ റിവാർഡ് വെച്ച് എന്നിട്ട് കാര്യമില്ല. അതുപോലെ റിവാർഡ് നമുക്ക് ഇപ്പോൾ അവർ തന്നെ ഒന്നുമില്ല. ഒരു 102 റേറ്റഡ് CB ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു ആനിവേഴ്സറിയുടെ റിവാർഡിങ് കേരളമൊക്കെ അവർ നമുക്ക് കൊണ്ടുവന്നത്. പിന്നെ പ്ലെയറിൻ്റെ കേസ് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഏത് പ്ലെയർ ആയാലും എല്ലാവരും കളിശീലിക്കും പറ്റണം എന്നൊന്നുമില്ല. ബെക്കൻബിയർ ഒരു ബിൽഡപ്പ് CB ആണ്. പക്ഷേ ബിൽഡപ്പ് കളിക്കണ ബാക്കി CBകൾ എടുത്ത് നോക്കിയാലും ഓരോരുത്തർക്ക് അവരുടേതായ ഡീറ്റെയിലിങ്ങും അവരുടേതായ യൂണിക്നെസ്സും അവരുടേതായ കൂടുതലും കുറവുകളൊക്കെ കാണും. അപ്പോൾ എല്ലാവർക്കും പറ്റിയ രീതിക്കുള്ള ക്യാരക്ടറിക്സ് ആവണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് CBയിലൊന്നും ഓക്കെ ആവാത്ത യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെക്കൻബിയർ നമ്മുടെ DMF, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് അങ്ങനത്തെ പൊസിഷനിലൊക്കെ ട്രെയിൻ ചെയ്ത് കളിപ്പിക്കാവുന്നതാണ്. റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കൊക്കെ അവർക്ക് പൊസിഷൻ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ പൊസിഷൻ ബൂസ്റ്റർ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ റൈറ്റ് ബാക്ക് ആണെങ്കിൽ 2 പൊസിഷൻ ബൂസ്റ്റർ റൈറ്റ് ബാക്കിൽ തന്നെ കിട്ടണം. ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ 2 പൊസിഷൻ ബൂസ്റ്റർ ലെഫ്റ്റ് ബാക്കിൽ തന്നെ കിട്ടിയാലാണ് നമുക്ക് ആ പൊസിഷനിലിട്ട് കളിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി CB പോലെയല്ല, ജസ്റ്റ് CBയുടെ എബിലിറ്റി അല്ലാണ്ട് അതിലുപരി വേറെ പൊസിഷനിൽ കളിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി, അല്ലെങ്കിൽ അവിടെയൊക്കെ കളിച്ച് റിയൽ ലൈഫിലും കളിച്ചുന്ന ഒരു പ്ലെയറൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ്ട്രാ ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു കാർഡാണ് ബെക്കൻബിയർ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടേക്കണേ. അപ്പോൾ CB പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പൊസിഷനിലും ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് യൂസൊക്കെ ചെയ്യാവുന്നതാണ്. അതിലിപ്പോൾ നിങ്ങൾ ഒരു ഫുൾ ബാക്ക് പോലെയാണ് നിങ്ങൾ കളിപ്പിക്കാൻ ഉദ്ദേശിച്ചേക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മുകളിലേക്ക് വന്നൊക്കെ ആൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ട്രെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ഗൈഡ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം പാസും ഡ്രിബിളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒഫൻസീവ് ആയിട്ടുള്ള ക്വാളിറ്റീസൊക്കെ കൊടുത്തിട്ട് ആളെ ട്രെയിൻ ചെയ്യിക്കാവുന്നതാണ്. അതിലാണ് നിങ്ങൾ മെയിനായിട്ട് ഡിഫൻസ് മാത്രം നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആ രീതിക്കുള്ള ട്രെയിനിങ്ങുകളൊക്കെ വരുത്താം. ഇപ്പോൾ റീസെറ്റ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ കിട്ടിയൊരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റീസെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള പൊസിഷനിൽ കളിപ്പിച്ച് സെറ്റാക്കി എടുക്കാനുള്ള ടൈമുണ്ട്. ഇതിന് ശേഷം റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജീപ്പിങ് ആളൊക്കെ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബാക്കായിട്ട് കളിപ്പിക്കണവരാണെങ്കിൽ RBLB ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകണമെങ്കിൽ ഈ ഒരു ട്രെയിനിങ് ആളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് പിന്നെ DMF ആണ്. DMFനെ ആ ഒരു റോളിൽ ഞാൻ കളിപ്പിച്ചപ്പോൾ എനിക്ക് ബേഴ്സലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർക്കസ്ട്രയുടെ സെറ്റപ്പിൽ കളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ തന്നെ DMFിൻ്റെ പൊസിഷൻ ഏതാണോ അവിടെ തന്നെ നിന്നാണ് കളിക്കണേ. റെയർലിയാണ് മുകളിലേക്ക് കയറി വേണ്ടത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് മുകളിലേക്ക് വന്നുള്ളൂ. അല്ലാണ്ട് പുള്ളി ആ പൊസിഷനിൽ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ മിക്കപ്പോഴും നമുക്കൊരു പാസിംഗ് ഓപ്ഷനായിട്ട് ഫ്രീ ആയിട്ടൊക്കെ മാറി ബാക്കിൽ തന്നെ ഡ്രോപ്പ് ചെയ്ത് ഫ്രീ ആയിട്ടൊക്കെ നിന്ന് ആൾ കളിക്കുന്നുണ്ട്. അവിടെ അത്യാവശ്യം പുള്ളി ഡിഫൻസ് എബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ നല്ല ലീഗ് ഡിഫെൻഡ് ചെയ്തും ആൾ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ DMFിൽ നല്ല പാസിംഗ് ക്വാളിറ്റിയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെക്കൻബിയർ അത്യാവശ്യം നല്ല പാസിംഗ് ആളും കൊടുക്കണുണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡിങ് ആളൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ ട്രെയിൻ ആക്കാവുന്നതാണ്. അതല്ലാണ്ട് നിങ്ങൾ മെയിനായിട്ട് ഡിഫൻസാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് ഫോളോ ചെയ്ത് ഡിഫൻസൊക്കെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആക്കാവുന്നതാണ്. ഓൾറെഡി ആൾക്ക് അത്യാവശ്യം പാസ് പിന്നെ ഡിഫൻസ് ഹെഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും ആ ഒരു പൊസിഷനിൽ. പിന്നെ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടാകുന്നതാണ്. ക്വിക്കായിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്തൊക്കെ ആളോടെ കളിക്കണം. അപ്പോൾ എനിക്കൊരു ആങ്കർമാർ ഓർക്കസ്ട്രേറ്റർ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൂടെ കളിയാണ് DMF കിട്ടിയത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോളോ DMF ആണെങ്കിൽ ഒന്നും കൂടെ ഇറങ്ങി കഴിക്കും വരെ ആൾ കളിക്കാൻ വേണേ. പിന്നെ WPOയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ യൂസൊക്കെ ചെയ്യാവുന്നതാണ്. അതാണ് ഈ ഒരു പൊസിഷനിൽ കളിപ്പിച്ചപ്പോൾ ഉള്ള എൻ്റെ ഒരു ട്രെയിനിങ് ഗൈഡും ഒപ്പീനിയനൊക്കെ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. അപ്പോൾ വേറെ പൊസിഷനിൽ കളിക്കുന്നവർക്ക് ഇതൊക്കെ ഫോളോ ചെയ്ത് ഈ ഒരു കളിശൈലി വേണമെങ്കിൽ യൂസൊക്കെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മെയിൻ കാര്യത്തിലേക്ക് ഒരാളുടെ മെയിൻ പൊസിഷൻ വരുന്നത് CB ആണ്. ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ പ്ലെയിങ്സിൽ അവിടെ മാത്രം ആൾക്ക് ട്രിഗർ ആവുള്ളൂ. അപ്പോൾ ആൾ നമുക്ക് നോർമലായിട്ട് ഓട്ടോളിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 102 റേറ്റിംഗ് ആളൊക്കെ വരും. ആളുടെ എബിലിറ്റീസ് നോക്കാനാണെങ്കിൽ ഡിഫൻസ് എബിലിറ്റീസ് ഒക്കെ ഒരു 90 പോയിന്റ്, ഹെഡിങ് ഒരു 90 ഉണ്ട്, ജമ്പ് 97 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്പീഡ് 80 വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി ആളുടെ ആ ഒരു കാര്യം. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റാമിന ഒരു 80 ഒക്കെ വരുന്നുണ്ട്. ഫിസിക്കൽ കോൺടാക്റ്റാണ് 83 വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാണ്ട് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആക്സലറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെക്സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ട് വേണമെങ്കിൽ ഡിഫൻസിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ
ഒരു ഫിസിക്കൽ കോൺടാക്ട് ഇമ്പ്രൂവ് ചെയ്യാൻ അട്രിബ്യൂട്ടിലേക്ക് കൊടുക്കുക. ആ ഒരു മെയിനായിട്ട് ഡിഫറൻസ് ആണ് എനിക്ക് അതിൽ പറയാനായിട്ടുള്ളത്. നോർമലായിട്ട് നിങ്ങൾ CB ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലാണ്ട് ഇതൊക്കെ തന്നെ അത്യാവശ്യം പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയ മാക്സിമം സംഭവം ഇതൊക്കെ തന്നെയാണ് ആളുടെ ട്രെയിനിങ്ങിൽ. പിന്നെ ആളുടെ പ്ലെയിൻ സെയിലിംഗ് ആളെ നോക്കുകയാണെങ്കിൽ ബിൽഡപ്പാണ് മെയിനായിട്ട്. എന്താണ് നമുക്ക് എനിക്കൊരു ആളുടെ ഡീറ്റെയിലിംഗ് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലാസ് ആയിട്ട് കളിക്കുന്ന പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസ് ആയിട്ട് കളിക്കണ ഒരു CB പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് ക്യുക്കാണ് എന്ന് വെച്ചാൽ സ്പീഡ് അത്രയൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് വളരെ ക്യുക്കായിട്ട് പുള്ളി ചെയ്യണം. വേറെ CBകളൊക്കെ നല്ല ടൈം എടുത്ത് കറങ്ങി തിരിഞ്ഞ് വന്ന് കാലെടുത്ത് വെച്ച് അങ്ങനെ കടണ പോലെ ഒന്നുമല്ല വെക്കുമ്പോൾ കളിക്കണേ. എല്ലാം ക്യുക്കാണ്. റിസെപ്റ്റ് ചെയ്യാൻ ക്യുക്കായിട്ട് ചെയ്യും. ത്രൂ പാസ് റിസെപ്റ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കാല് കെട്ടി വെക്കും. ബോൾ ക്ലിയർ ആണെങ്കിൽ പടയിൽ നിന്ന് ക്ലിയർ ചെയ്ത് കളിയും. പാസ് ആണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞ് പാസ് ഇട്ട് കൊടുക്കും. ഫ്ലെക്സിബിളാണ് അത്യാവശ്യം. CB വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനും വേറെ പ്ലെയറിലേക്ക് പാസ് കൊടുക്കാനൊക്കെ സാധിക്കും. സ്പീഡായിക്കോട്ടെ ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ വളരെ ക്യുക്കാണ്. അപ്പോൾ വേറെ CB വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു മെയിൻ എബിലിറ്റി ആയിട്ട് തോന്നിയത് ആ ക്യുക്ക്നെസ് ആണ്. വളരെ ക്ലാസ് ആയിട്ട് ഭയങ്കര ക്യുക്കായിട്ട് എല്ലാ കാര്യങ്ങളും പടപടയാന്ന് ചെയ്യാൻ കഴിവും കാര്യങ്ങളൊക്കെ ആൾ കാണിക്കുന്നുണ്ട്. പിന്നെ മറന്നുപോലെ ഈ എല്ലാവരും പോയി ഇങ്ങനെ ഇടിച്ച് തെറപ്പിക്കുക, പരത്ത ഒരു ഇടിവണ്ടി പോലെ നടക്കുക, അല്ലെങ്കിൽ ഭയങ്കര സോളിഡായിട്ട് നിൽക്കുന്ന ഒരു CB പോലെ ഒന്നും എനിക്ക് ഒരിക്കലും വെക്കുമ്പോൾ തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുയോൾ, ഇപ്പോൾ ക്യാമ്പിൽ, പിന്നെ ഈ റുഡിഗർ അങ്ങനത്തെ ഭയങ്കര ഒരു പാറ പോലെ നിൽക്കുന്ന CB ആണെങ്കിൽ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിലുള്ള CB അല്ല. നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അതല്ലാണ്ട് നോർമലായിട്ടുള്ള രീതിക്കുള്ളൊരു ക്ലാസ് കളിങ്ങനെയൊക്കെയാണ് ആളുടെ ഭാഗത്ത് നിന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണ് ആളുടെ ഒരു ഡീറ്റെയിലിംഗ് ആളൊക്കെ ഗെയിമിൽ വന്നത്. പിന്നെ ബിൽഡപ്പ് ലൈൻസിൽ വെച്ച് നോക്കാനാണെങ്കിൽ അത്യാവശ്യം ഡിഫൻസ് ലൈനിങ് അയാളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ആൾ കളിക്കണത്. ഇടക്ക് കയറി പോണ പോലെ കാട്ടുണ്ട്. അല്ലെങ്കിൽ ചെന്ന് അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ ചെന്ന് ആ ബോൾ പാസ് എടുത്തിട്ട് പാസ് വേറെ കൊടുക്കുക, അങ്ങനെയൊക്കെ ഒന്ന് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അല്ലാണ്ട് മെജോറിറ്റി ടൈം നോക്കാനാണെങ്കിൽ ഡിഫൻസ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യണ പോലെ തന്നെ ആൾ കളിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്ലെയറൊക്കെ മാർക്ക് ചെയ്ത് അവിടെ തന്നെ നിന്ന് തന്നെ ആൾ കളിക്കാനായിട്ട് നോക്കണുണ്ട്. അതല്ലാണ്ട് പിന്നെ നമ്മൾ ഭയങ്കര രീതിക്ക് പ്രസ് കളിപ്പിക്കുകയാണെങ്കിൽ ഒരു 90 അഗ്രഷനാണ് വന്നെ. അതല്ലാണ്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പുള്ളി മെയിനായിട്ട് ക്യുക്ക്നെസ് അല്ലെങ്കിൽ സ്പീഡൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നത്. പ്രസ് ചെയ്ത് അങ്ങോട്ട് ഭയങ്കര സ്മൂത്തായിട്ട് എത്രത്തോളം പ്രസ് ചെയ്യണം അത്രയും വളരെ പെട്ടെന്നാണ് ആ ഡിഫൻസിലേക്ക് കഴിഞ്ഞ് മുകളിലേക്ക് പോകണം. അപ്പോൾ നോക്കിയും കണ്ടും ആളുകൾ പ്രസ് ചെയ്യുക, ആൾ ഭയങ്കര ക്യുക്കായിട്ടാണ് കയറിപ്പോൾ. നമ്മൊരു 2 സെക്കൻഡ് പ്രസ് ചെയ്താൽ തന്നെ ഒരുപാട് പുള്ളി കവർ ചെയ്ത് മുകളിലേക്ക് പോകണമല്ലോ തോന്നി. അപ്പോൾ പ്രസ് കളിക്കുമ്പോൾ നോക്കി കളിപ്പിക്കുക, അല്ലാണ്ട് പുള്ളി ബാക്കി തന്നെ മാക്സിമം നിന്ന് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ചില ബോളിലൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക, ത്രൂ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതാണ്, കയറ്റി എടുക്കുന്നതാണ് പുള്ളി ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് എടുത്ത് ചെന്നത് എടുക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ആളുടെ പഴയ കാർഡൊക്കെ ചോക്കാനാണെങ്കിൽ പഴയ കാർഡിനൊക്കെ ഒട്ടും അഗ്രഷനും ഇല്ല. പിന്നെ സ്പീഡൊക്കെ 80യുടെ അടിയിലാണ്. അതൊക്കെ ചോദിക്കുമ്പോൾ ഈ കാർഡിന് നല്ല അഗ്രഷനും സ്പീഡൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിലൂടെ കുറച്ച് ഇമ്പ്രൂവ്ഡ് അട്രിബ്യൂട്ട് ഈ ഒരു മേഖലയിലൊക്കെ ആൾ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ആളുടെ ബാക്കിലൊരു ഡിഫൻസീവ് ശൈലിങ് ആളൊക്കെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ആളുടെ ഡിഫൻസ് ലൈനിൽ നിന്നിട്ടുള്ള ഒരു ബിൽഡപ്പ് സെറ്റപ്പിലുള്ള കളിങ് ആളൊക്കെ വന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡിഫൻസീവായിട്ടുള്ള ആട്രിബ്യൂട്ടിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലൊന്ന് മെയിനായിട്ട് നല്ലേക്ക് പൊസിഷൻ ചെയ്ത് നിൽക്കാനും പ്ലെയറിനൊപ്പം മാൻമാർക്ക് ഇറങ്ങാനൊക്കെ നല്ലേക്ക് അവെയറായിട്ടൊക്കെ തന്നെ ആൾ കളിക്കുന്നുണ്ട്. പിന്നെ ഇൻറർസെപ്ഷനാണ് റെയറിലാണ് മിസ്സായി പോകുള്ളൂ. മിക്ക സാധനങ്ങളും ആൾ കാലിട്ട് ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മാച്ചപ്പ് നിന്നാലും അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ ആൾ കവർ ചെയ്ത് കളിക്കുന്നുണ്ട്. ഒരുപാട് ബോളുകൾ ഇൻറ്റർസെപ്റ്റ് ചെയ്ത് കാലിട്ട് വെച്ച് തന്നെയുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം എനിക്ക് മനസ്സിലായ ഒരു കേസാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു കേസാണ്, ത്രൂ ബോൾസൊക്കെ വരികയാണെങ്കിൽ പുള്ളി തന്നെ റീഡ് ചെയ്ത് ഓട്ടോമാറ്റിക് പോയി ഇൻറ്റർസെപ്റ്റ് ചെയ്ത് കളയും. അല്ലെങ്കിൽ പ്ലെയറിൻ്റെ സൈഡിലൊക്കെ പോകണമെങ്കിൽ പ്ലെയർ എടുക്കണേക്ക് മുമ്പ് അത് ഇൻറ്റർസെപ്റ്റ് ചെയ്ത് കളയും. വേറെ പ്ലെയറിലേക്ക് പോകണമെങ്കിൽ ക്യുക്കായിട്ട് ചെന്ന് അത് ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരു ഗെയിം റീഡ് ചെയ്ത് അടി കൂടി ഉരുണ്ട് തന്നെ ബോളിലൊന്നും ഒരു കൊമറേൻസും ഇല്ലാണ്ട് പുള്ളി തന്നെ റീഡ് ചെയ്ത് ഒരുപാട് ഇൻറ്റർസെപ്ഷൻസും അയാളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ തോന്നിയത് ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ ആ സ്കില്ലിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഷൂട്ട് ചെയ്യണതായിക്കോട്ടെ പാസ് ചെയ്യണതായിക്കോട്ടെ അത്യാവശ്യം മാച്ചപ്പ് വെച്ചെന്ന് വരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ മിക്ക അടിയും ആൾ ബോഡിയൊക്കെ വെച്ച് നല്ലേക്ക് ബ്ലോക്ക് ചെയ്ത് കളയാനൊക്കെ നോക്കുന്നുണ്ട്. ആ ഒരു സ്കില്ല് നല്ലേക്ക് ട്രിഗറാണല്ലോ തോന്നിയ ആളെ കളിപ്പിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വാളിറ്റികൾ കാണിക്കുന്നുണ്ട്. പിന്നെ ടാക്കിൽ നോക്കുകയാണെങ്കിൽ സ്ലൈഡിങ് ടാക്കിളിൻ്റെ സ്കില്ലൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അഗ്രഷൻ പറയാം 90 അഗ്രഷനാണുള്ളത്. അവൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടിച്ച് തറപ്പിക്കുക, ഒരു ഇടിവണ്ടി പോലെ കളിക്കുക, അങ്ങനെയൊന്നുമല്ല ആളുടെ കളിങ്ങി ആളെ വനെന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല. വേറെ CB വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ആ ലെവലിലേക്ക് നോക്കാനുണ്ട്. ഒരു ക്ലാസ് സെറ്റപ്പിലാണ് ആളുടെ കളിങ്ങി ആളെ വന്നത്. പിന്നെ സ്പീഡാണ് എനിക്കൊന്നൊരു അഡ്വാൻറ്റേജ്. വളരെ ക്യുക്കായിട്ട് കളിക്കുന്ന ഒരു കാർഡാണ്. നമുക്ക് ഇപ്പോൾ മുകളിലേക്ക് ഇരിക്കൊണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടെങ്കിൽ സിമ്പിളാണ്, മാനുവലി കൺട്രോൾ ഇറക്കിക്കൊണ്ടെങ്കിൽ സിമ്പിളാണ്. വേറെ ഞാൻ പറഞ്ഞതുപോലെ വേറെ സ്ഥലത്തേക്ക് പുള്ളിക്ക് മൂവ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് അങ്ങോട്ട് എത്താനും ആ ഏരിയ കവർ ചെയ്യാനൊക്കെ ആളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കൊരു ഡിഫൻസീവായിട്ടുള്ള ആളുടെ ക്വാളിറ്റീസും ആളൊക്കെ പറയാനായിട്ടുള്ളത്. പിന്നെ ഹെഡും ജമ്പൊക്കെയാണ് ആൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ വേറെ സ്കില്ലാണ് ഹെഡിങ്ങും എയിൽ സുപ്പീരിയോറിറ്റി. ഈ 2 സ്കില്ലും ഇല്ലാണ്ടാണ് ആളുടെ കാർഡ് വന്നേക്കണേ. അത് ഞാൻ കൊടുത്തപ്പോൾ കമ്പൈൻഡ് ആയിട്ടൊരു 97 എബിലിറ്റിങ് ആൾ കോർ എടുക്കുമ്പോൾ ആൾക്ക് വേണ്ട അത്രയും ഒരു എബിലിറ്റിയിലേക്ക് ആൾ കയറുന്നുണ്ട്. എന്നാലും എന്താണ് ഭയങ്കര ഒരു റിലയബിൾ എന്ന് പറയുന്നത്. ആൾ ഒരുപാട് ബോൾസൊക്കെ ഇങ്ങനെ ക്രോസ് ആയിക്കോട്ടെ വേറെ എയർ ബോൾ ആയിക്കോട്ടെ ക്ലിയർ ചെയ്ത് കളയുന്നുണ്ടെന്നും പറഞ്ഞാൽ ഭയങ്കര ഒരു ടോപ്പ് എബിലിറ്റി എന്ന് പറയണില്ല. ആൾക്ക് 181 ആണ് ഹൈറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ പല വലിയ പ്ലേയേഴ്സിൻ്റെ ഒപ്പം ഒന്ന് കോമ്പീറ്റ് ചെയ്യുമ്പോൾ വന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു എന്താണ് ഒരു 7.5 8 കൊടുക്കട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് ഒരു 10 on 9 കൊടുക്കാനുള്ള ഒരു ലെവൽ കാണിക്കുകയുള്ളൂ. അത്രയും ഒരു ആട്രിബ്യൂട്ട് വന്നാൽ പോലും ഹൈറ്റിലൊരു പ്രശ്നം തോന്നിയായിരുന്നു ആളുടെ ഒരു ഹെഡിങ് മേഖലയിൽ. പിന്നെ പറയേണ്ട വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഫിസിക്കൽ കോൺടാക്റ്റാണ്. അതാണ് എനിക്ക് മെയിനായിട്ട് പ്രശ്നം തോന്നിയത്. ഒരു 83 ഫിസിക്കൽ കോൺടാക്റ്റാണ് ആൾക്ക് വന്നത്. ആൾ ഭയങ്കര ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന പ്ലെയറല്ല. പുള്ളി മെയിനായിട്ട് ബോഡി വെച്ച് ഇങ്ങനെ ഇടിച്ചെറിയുക, ബോഡി
ഓടിച്ച് പിടിച്ച് നിർത്തുക. അതിലും കൂടുതൽ ആൾ ഗെയിം റീഡ് ചെയ്ത് പുള്ളിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക, കാല് ചൂത്തി പിടിച്ച് വാങ്ങിക്കുക, ഓടിച്ചിട്ട് ട്രാക്സ് ബാക്ക് ചെയ്ത് പിടിച്ച് ബോൾ കുത്തി വാങ്ങിക്കുക, അങ്ങനെയാണ് ആൾ കളിക്കുന്നത്. അപ്പോൾ ഫിസിക്കലി ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഭയങ്കര സോളിഡ് ആയിട്ട് ഒരു വാറ ബോൾ നിൽക്കുന്ന പോലെ നിങ്ങൾ കളിപ്പിക്കാൻ നിൽക്കരുത്. ആളുടെ വെക്കുമ്പോൾ കളിപ്പിച്ചവർക്ക് അറിയാം ആളുടെ ഒരു ഡീറ്റെയിലിംഗ് അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അല്ലെങ്കിൽ CBക്ക് ഉപരി ഒരു DMFO മിഡ്ഫീൽഡറോ കളിക്കണ പോലത്തെ ഒരു ഇത്തിരി ക്ലാസ് കളിയാണ് ആൾ കളിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിസിക്കൽ കോൺടാക്റ്റിന് കുറവോടെ മഞ്ഞുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ ഭയങ്കര ഒരു OP ഫിസിക്കൽ കോൺടാക്റ്റ് കളിക്കില്ല. അതാണ് എനിക്ക് ഈ ഒരു വേറെ കളികളൊക്കെ ആളുടെ ഇഷ്ടപ്പെട്ടത്. ഒരു ഭയങ്കര ഒരു ബഗ്ഗുകളൊന്നും ഫിസിക്കൽ കോൺടാക്റ്റ് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഒപ്പോണൻസ് ആയിട്ട് ഇപ്പോൾ ഏരിയയിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ ഒരു പ്ലെയർ ഡ്രിബിൾ ചെയ്ത് ഷീൽഡ് ചെയ്ത് ഓടി കയറുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഫിസിക്കൽ കോൺടാക്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ തോന്നും. കാരണം ഇപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ ഹെഡിങ് ആയിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ആയിക്കോട്ടെ, അഗ്രഷൻ ആയിക്കോട്ടെ, ഇതൊന്നും ആളൊരിക്കലും ചെയ്യണില്ല എന്നല്ല പറയണേ. നമ്മൾ ഇപ്പോൾ 102 CB ആണ്. അപ്പോൾ എല്ലാം ചെയ്യും, എല്ലാം അടിച്ച് പുറത്ത് എല്ലാം പവർക്കുന്ന രീതിക്ക് നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡുകൾ കാണണ്ട. മെജോറിറ്റി ആൾ ചെയ്യാൻ നോക്കണ്ട. എന്നാലും ഒട്ടും ഭയങ്കര റിലേബിൾ അല്ലെങ്കിൽ 10 out of 10 എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആളൊരു ഡിഫൻസ് പരമായിട്ടുള്ള കുറച്ച് കഴിവുകൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ പ്രശ്നങ്ങളും അഡ്വാൻറ്റേജസും ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എക്സ്ട്രാ ആയിട്ട് ക്വാളിറ്റി തോന്നിയതാണ് സ്പീഡ്. പിന്നെയുള്ള ക്വാളിറ്റിയാണ് അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ട് കളിക്കുന്നുണ്ട്. പാസ്സൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് തിരിച്ച് മാറി അവിടെ നിന്ന് തന്നെ ബിൽഡപ്പ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് ചെയ്ത് തന്നെ ഒരു ത്രൂ ബോൾ വിങ്ങിലേക്കോ ഫ്രീ കണേലും പ്ലെയറിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അത് കണക്ട് ചെയ്ത് ഒറ്റയടിക്കും. മിഡിൻ്റെയും ആരെയും സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ ബോൾ മുകളിലെത്തും. അത്രയും സുഖമായിട്ട്. അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് എടുക്കുന്ന ബോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ സുഖമായിട്ട് ഒരു മുകളിലെ പ്ലെയറെ കണ്ടുപിടിച്ചാണ്ട് പാസ് ഇട്ടാൽ മതി. പുള്ളിയെ പവർ തന്നെ തള്ളിയാണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ക്വാളിറ്റീസ് ഇങ്ങനെയുള്ളതൊക്കെ ആളുടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയാം. പിന്നെയുള്ള ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. DMFO ഫുൾ ബാക്കൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആളെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്കില്ല് സ്ലൈഡിങ് ടാക്കിൾ, നമ്മുടെ സുപ്പീരിയോറിറ്റി, മാൻ മാർക്കിങ്, പിന്നെ പാസിങ്ങിൻ്റെ എന്തെങ്കിലും സ്കിൽ വേണമെങ്കിൽ അത് നിങ്ങൾ ഫുൾ ബാക്കിൽ കളിക്കണമെങ്കിൽ പിൻ പോയിങ് ക്രോസിങ്, ആ പൊസിഷൻ നോക്കിയിട്ടുള്ള 1-2 സ്കിൽസ്, അങ്ങനത്തെ സ്കിൽസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത ആളൊന്നും കൂടെ ഇമ്പ്രൂവ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഓരോട് നോക്കാനാണെങ്കിൽ കളിച്ചത് തന്നെ അറിയാം ആൾ ഇങ്ങനത്തെ ഒരു കളിക്കുന്ന ഒരു ബിൽഡപ്പ് CB ആണ്. അത് ഓക്കെ ആയിട്ടുള്ളവർക്ക് എന്തായാലും ബെസ്റ്റ് ആയിരിക്കും. അത് പറ്റാത്തവർക്ക് വേറെ പ്രശ്നം കളിപ്പിച്ച് നോക്കാം. ഒരു ഫ്രീ ഗിഫ്റ്റ് നോക്കുമ്പോൾ 102 CB എനിക്ക് എന്തായാലും നല്ല പക്കാ ഗിഫ്റ്റായിട്ടാണ് തോന്നിയത്. അങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ തന്നെ ആൾ കാഴ്ച വെക്കണേ. ആളുടെ വേറെ കാർഡുകളൊക്കെ പോലെ തന്നെ ചെറിയ ഈ ഫിസിക്കലായാലും അഗ്രഷനൊക്കെ ആയാലും അതിൽ കുറച്ച് കുറവ്. അങ്ങനത്തെ ഒരു കളിശേരി ഇയാൾക്ക് തന്നെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് ഈ ഒരു കാർഡിന് വന്നേക്കണം. പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഒരുപാടായിട്ടുള്ള കുറച്ച് ബെറ്റർ കാര്യങ്ങളും കൊടുത്തതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു കാർഡിനുണ്ട്. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫൈഡ് റിസൾട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ടിങ് ആളൊക്കെ തന്നെ ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. കളിച്ചേക്കേണ്ട ഒപ്പീനിയൻസിങ് ആളൊക്കെ എന്തായാലും പറയാം നല്ലൊരു കാർഡ് വന്നേക്കണേ. കളിപ്പിച്ച് സെറ്റാക്കി നോക്കാം. സെറ്റാത്തവരാണെങ്കിൽ വേറെ പൊസിഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒട്ടിങ് ആളൊക്കെ ചോദിക്കടത്തിലേക്ക് കാണാം. ഓക്കെ, ബൈ.